അപ്പോഴാണ് ഫേക്ക് ന്യൂസ് എങ്ങനെയാണ് മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. എൻ്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തുമായി ചരിത്ര സംവാദങ്ങൾ നടത്താറുണ്ട്. അതിൽ കാലഘട്ടം വരും, മതം വരും, കറണ്ട് അഫയേഴ്സ് വരും. ഇന്ന് കാലത്ത് ഓസ്ട്രേലിയയിൽ നടന്നൊരു ഇൻസിഡന്റ് എനിക്ക് അയച്ചു. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ 24-കാരൻ പയ്യനും അവന്റെ വാപ്പയും ചേർന്ന് 15 പേരെ വെടിവെച്ചു കൊന്നു. മനുഷ്യനെ കൊല്ലുന്നവർ മൃഗമാണ്, തീവ്രവാദമാണ്, ക്രൂരതയാണ്, അവരെ നല്ലതുപോലെ ശിക്ഷിക്കുവാനുമാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കിയപ്പോൾ അയാളെ ഒരു പഴക്കച്ചവടക്കാരൻ ഡിഫെൻഡ് ചെയ്ത് തോൽപ്പിക്കുന്നു. അയാൾ മുസ്ലിം ആണെന്ന ന്യൂസ് പരക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, രക്ഷിച്ച ആൾ മുസ്ലിം അല്ലേ? അപ്പോൾ ആൾ പറഞ്ഞു, അദ്ദേഹം ലബനീസ് ക്രിസ്ത്യൻ ആണെന്ന്. ആരായാലും സന്തോഷം, അയാളുടെ ജീവൻ റിസ്ക് ചെയ്തുകൊണ്ട് ഒരുപാട് മനുഷ്യരെ രക്ഷിച്ചല്ലോ. രക്ഷിച്ച ആളുടെ മതം സംബന്ധിച്ച് കോൺഫ്ലിക്ട് വന്നപ്പോൾ ഞാൻ BBC, CNN, അൽ ജസീറ എന്നിവരുടെ റിപ്പോർട്ടുകൾ നോക്കി. അപ്പോഴാണ് ഫേക്ക് ന്യൂസ് എങ്ങനെയാണ് മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. ഇന്റർനാഷണൽ റിപ്പോർട്ട്സ് പ്രകാരം രക്ഷിച്ചയാൾ ഈ അടുത്ത് ഫാമിലിയുമായി സിറിയയിൽ നിന്ന് കുടിയേറിയ ഒരു അഭയാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ എവിടെ നിന്ന് കിട്ടി ന്യൂസ്? അപ്പോൾ എനിക്ക് അയച്ചു തന്നു. ഞാനത് വായിക്കാം. ഓസ്ട്രേലിയയിൽ ജൂത സമൂഹത്തിന് നേരെ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ അനേകം ജീവൻ രക്ഷിച്ച ഹീറോ ആയ പഴക്കച്ചവടക്കാരൻ അഹമ്മദ് അൽ അഹമ്മദ് ലബനീസ് മാരിനൈറ്റ് ക്രിസ്ത്യൻ. അഹമ്മദിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ലബനനിലെ മാരിനൈറ്റ് ക്രൈസ്തവ സമൂഹം. ഇത് കാസ കണ്ണൂർ എന്ന പേജിൽ വന്ന ന്യൂസാണ്. അത് ഷെയർ ചെയ്തതോ ഇസ്രായേലി മലയാളി ക്ലബ്. ഇതൊരു പുതിയ പ്രതിഭാസമൊന്നുമല്ല, ഇതിന്റെ പേരാണ് ഓതറിങ്. ഇതിനു മുമ്പ് പലയിടങ്ങളിലും ഇത് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം തരാം. ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് നേരെ 1950 നടന്ന ബാഗ്ദാദ് ബോംബിംഗ് ഇറാഖി ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ഇസ്രായേൽ എന്ന പുതിയ രാഷ്ട്രത്തിലേക്ക് നിർബന്ധപൂർവ്വം കുടിയേറാൻ പ്രേരിപ്പിച്ചത് ഓതറിങ് ആണ്. എന്താണ് ഓതറിങ് എന്ന് ഡീറ്റെയിൽ ആയി പറയുന്നത് വരെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കയ്യിൽ ഫോൺ ഉള്ളതല്ലേ.